ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓണമൊക്കെയാണ്. ഓണത്തിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സദ്യ തന്നെയാണ്. ഈ സദ്യ എങ്ങനെ കഴിക്കണം, എന്തൊക്കെ വിഭവങ്ങളാണ് ആദ്യം കഴിക്കേണ്ടത്, രണ്ടാമത് കഴിക്കേണ്ടത്, അങ്ങനെ മൂന്നാമത് അവസാനം കഴിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് കുറച്ച് പേർക്ക് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. സോ അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സദ്യ കഴിക്കേണ്ട ആ ഒരു രീതിയും ഇങ്ങനെ കഴിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു ഗുണവും നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം, വാഴയിലയിൽ സദ്യ കഴിക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യവും കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ സദ്യയൊക്കെ എല്ലാവരും കഴിക്കുന്നതാണ്, പല രീതിയിലൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഒരു പ്രത്യേക ഒരു രീതി തന്നെ ഉണ്ട് സദ്യ കഴിക്കാനായിട്ട്. അതെന്താണ്, അതിൻ്റെ കാരണം എന്നുകൂടി നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ സദ്യ വിളമ്പിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ആദ്യം എല്ലാവരും പൊതുവെ ഇഞ്ചി വിഭവത്തിലേക്കായിരിക്കും ആദ്യം പോകാറുള്ളത്. സ്വാഭാവികമായിട്ട് അച്ചാറുകളിൽ ഇഞ്ചിപ്പുളി അതുപോലെ ഇഞ്ചിക്കറിയൊക്കെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാറുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ, ഇഞ്ചി എന്ന് പറയുന്നത് ദീപന പാചനമാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. സോ ഇഞ്ചി കൊണ്ടുള്ള ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറിയൊക്കെ ആദ്യം നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ദഹനം മെച്ചപ്പെടുത്താനും കുറച്ചും കൂടെ വിശപ്പൊക്കെ വരാനായിട്ട് സഹായിക്കുന്നു. അതാണ് നമ്മൾ ആദ്യം തന്നെ, നമുക്ക് അറിയില്ലായിരിക്കും, ചിലപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഇഞ്ചിക്കറി ഇഞ്ചിപ്പുളി അച്ചാറൊക്കെ തൊടുന്നവരായിരിക്കും. സോ ഇഞ്ചി നമ്മൾ ആദ്യം കഴിക്കുക എന്ന് പറയുന്നത് ദീപന പാചന ഗുണം അതിന് ഉള്ളത് കൊണ്ടാണ്. സോ ഇഞ്ചി വിഭവങ്ങൾ നമുക്ക് ആദ്യം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നമ്മൾ കഴിക്കുന്നത് ചോറും അതുപോലെ തന്നെ പരിപ്പും നെയ്യും കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ, അതൊരു മെയിൻ ആണ്. നമ്മുടെ സദ്യയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളതാണ് ഈ പരിപ്പ് ഒഴിച്ചിട്ട് ചോറ് നെയ്യും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നത്. സോ അതെന്ന് പറയുന്നത്, ചോറ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ തന്നെ പരിപ്പെന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൂടെ ചേർന്നിട്ട് പോഷക സമൃദ്ധമായിട്ട് നമുക്ക് ആദ്യം തന്നെ ആ ഒരു മെയിൻ കോഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയാണ് അത് നമ്മൾ കഴിക്കുന്നു. കുറച്ച് നെയ്യും കൂടെ ആകുമ്പോഴത്തേക്കും ആ ഒരു കൊഴുപ്പും കൂടെ കിട്ടുന്നു. അതാണ് ആദ്യം നമ്മൾ സദ്യയിൽ ഈ ഒരു കോമ്പിനേഷനിൽ ഫസ്റ്റ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും നെയ്യും കൂടെ ആകുമ്പോൾ കുറച്ച് കൊഴുവും കൂടെ കിട്ടുന്നു. സോ അതാണ് ആ ഒരു മെയിൻ സംഭവം. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ട് തോരനും അവിയലും ഒക്കെ ചേർത്തിട്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ കഴിക്കുന്നത്. സോ ഇവിടെ നമുക്ക് പെട്ടെന്ന് സാമ്പാറും പച്ചക്കറി എന്നാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അവിയലും പച്ചക്കറിയാണ്, തോരനും പച്ചക്കറിയാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് പച്ചക്കറികളുടെ ആ ഒരു നെക്സ്റ്റ് സെഷനിലാണ്. സോ സാമ്പാറും തോരനും അവിയലും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പച്ചക്കറികളിൽ ഉള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഫൈബർ റിച്ച് ആണ്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ കിട്ടുന്നുണ്ട്. പരിപ്പും ചോറും കഴിച്ചതിൽ നിന്നിട്ട് കുറച്ച് ടേസ്റ്റും മണവും ഒക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സാമ്പാറും തോരനും അവിയലും ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നത്. മൂന്നാമത് പുളിശ്ശേരി, രസം, മോര് ഇവയാണ് എന്ന് ഒരുപാട് പേര് വിചാരിക്കും. പായസം അവസാനം കഴിക്കുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാർ. പക്ഷേ അതല്ല, നമ്മൾ മൂന്നാമത് പായസത്തിലേക്കാണ്. പുളിശ്ശേരി, മോര്, രസം ഇവ അവസാനമാണ്. അതിൻ്റെ കാരണം നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അടുത്ത പായസം കുറച്ച് മധുരത്തിലേക്ക് പോകുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ആദ്യം ഒരു രുചി, രണ്ടാമത് നമ്മൾ അടുത്ത ഒരു സെഷനിൽ അടുത്ത രുചി പറയുന്നു. അപ്പോൾ പല രുചികൾ ചേർന്നതാണ് സദ്യ എന്ന് പറയുന്നത്. 6 രുചികളാണ്: മധുര, അമ്ല, ലവണ, കടു, തിക്ത, കഷായം. ആ ഒരു 6 രുചികളും നമുക്ക് ഈ ഒരു സദ്യയിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് പറയുന്നത്. മധുരമുണ്ട്, പുളിയുണ്ട്, എരിവുണ്ട്, അതുപോലെ തന്നെ പാവയ്ക്കയുടെ ഒക്കെ ആ ഒരു വിഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പായസം കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു 6 രുചികൾ ചേർന്നതാണ് സദ്യ എന്ന ഒരു സംഭവം നമുക്ക് മനസ്സിലാകും. സോ അടുത്ത് നമ്മൾ പായസം കഴിക്കുന്നുണ്ട്. പായസത്തിൽ നമുക്കറിയാം മധുരരസം തന്നെയാണ് കൂടുതൽ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കഴിച്ച പുളിയും ഉപ്പും ഒക്കെ കലർന്ന വിഭവങ്ങൾക്കിടയിൽ കുറച്ചൊരു മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പായസം ഈ ഒരു മൂന്നാമത് നമ്മൾ കഴിക്കുന്നത്. പായസം കഴിച്ചതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് പുളിശ്ശേരി, രസം, മോര് ഉപയോഗിക്കാറുണ്ട്. സോ പുളിശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആ ഒരു ഇത്രയും കഴിച്ച ആ ഒരു ടേസ്റ്റിൽ നിന്ന് ഒരു പുളിയും മധുരവും കൂടെ ചേർന്നിട്ടുള്ളതാണ് പുളിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, ഒരു രുചി മാത്രമാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങ് വയറ് നിറയും, നമുക്ക് മടുപ്പ് തോന്നും, ഇത്രയും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷെ സദ്യ അങ്ങനെയല്ല. ഇത്രയും വിഭവങ്ങൾ ഉണ്ടായാലും
നമ്മൾക്ക് അത് കഴിക്കാനായിട്ട് ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് അത് കഴിക്കാനായിട്ട് ആ ഒരു തോന്നലുണ്ടാകുന്നത് ആ ഒരു വിളമ്പി വച്ചിരിക്കുന്ന ആ ഒരു രീതിയും അതുപോലെ തന്നെ അതിൻ്റെ പല പല ആ ഒരു രുചി തന്നെയാണ്. സദ്യ കഴിക്കേണ്ട ആ ഒരു രീതിക്കൊപ്പം തന്നെ അളവും വളരെ പ്രധാനമാണ്. എല്ലാം വിളമ്പുമ്പോൾ കുറച്ച് കുറച്ച് അളവിലാണ്. കുറച്ച് ചോറിടുന്നു, പരിപ്പൊഴിക്കുന്നു, വീണ്ടും കുറച്ച് ചോറിടുന്നു, സാമ്പാർ ഒഴിക്കുന്നു, കുറച്ച് പായസം കുടിക്കുന്നു, പിന്നെ അതിനുശേഷം ഒരല്പം ചോറിൽ പുളിശ്ശേരിയും രസവും മോരും. ഇതാണ് ആ ഒരു രീതി എന്ന് പറയുന്നത്. ഈ ഒരു രസവും മോരും ലാസ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത്രയും കഴിച്ച ഫുഡൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ രസത്തിൽ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ സഹായിക്കുന്നുണ്ട്. മോരും ആ ഒരു മോരിലെ ഇഞ്ചിയും അതുപോലെ തന്നെ മുളകും അതെല്ലാം കൂടെ ചേർന്നിട്ട് ആ ഒരു പെട്ടെന്ന് ദഹിക്കാൻ നമ്മൾ കഴിച്ച ആ ഒരു ഭക്ഷണം നിറവോടുകൂടി ആയിരിക്കാനാണ് ലാസ്റ്റ് നമ്മൾ മോരും രസവും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അത് അവസാനമാണ് കഴിക്കുന്നത്, സദ്യയുടെ അവസാനം. അപ്പോൾ ഇതാണ് ആ ഒരു സദ്യയുടെ പ്രധാന രീതി എന്ന് പറയുന്നത്. ഇനി ഇതിനിടയിൽ ഒരു ചെറിയൊരാളുണ്ട്, ഓലൻ എന്ന് പറയും. കൂടുതൽ ആൾക്കാർക്കും ആ ഒരു ടേസ്റ്റ് എന്തിനാണ് ഈ ഒരു ഓലൻ എന്ന് കുറേ ഡൗട്ടൊക്കെ ഉണ്ടാവും. ഓലൻ ഇന്നതിൻ്റെ കൂടെ കഴിക്കണം എന്ന് അങ്ങനെ ഒട്ടും പറഞ്ഞിട്ടില്ല എങ്കിലും ഓലൻ്റെ ആ ഒരു സദ്യയിലെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പറഞ്ഞു പല രുചികൾ ചേർന്നിട്ടാണ് സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രുചിയിൽ നിന്ന് അടുത്ത രുചിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. അതിനാണ് ഒരു രുചിയിൽ നിന്ന് അടുത്ത രുചിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഓലൻ കഴിക്കാം. ഓലൻ കഴിച്ചതിന് ശേഷം അടുത്ത ഒരു വിഭവം കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ് പെട്ടെന്ന് കിട്ടും. അതിനാണ് ഈ ഓലൻ സാധാരണയായിട്ട് സദ്യയിലുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കഴിക്കണം, ഓരോ ഇത് കഴിച്ചിട്ട് അടുത്ത ഓലൻ കഴിക്കണം അങ്ങനെയൊന്നും ഇല്ല. എങ്കിലും ഓലൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇതാണ്. ഒരു രുചിയിൽ നിന്ന് അടുത്ത രുചിയിലേക്ക്, ചിലപ്പോൾ നമ്മൾ എരിവുള്ള ഭയങ്കര എരിയും പുളിയും ഉള്ളത് കഴിച്ചിട്ട് അടുത്തൊരു രുചിയിലേക്ക് പോകുമ്പോൾ അത് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടാവില്ല. അപ്പോൾ ഓലൻ കഴിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. സോ അതാണ് ഓലൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് സദ്യയിലെ മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സദ്യ കഴിക്കേണ്ടത് എന്നൊരു രീതി നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. ഇങ്ങനെ തന്നെ കഴിക്കാവുള്ളൂ എന്നൊന്നുമില്ല, എങ്കിലും ഇതാണ് അതിൻ്റെ രീതി. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇലയിൽ സദ്യ കഴിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇലയിൽ, വാഴയിലയിൽ സദ്യ കഴിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഴയിലയിൽ ചൂടോടുകൂടി നമ്മൾ ചോറും കറികളും ഒക്കെ വിളമ്പുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ കിട്ടും. അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇല കുറച്ചും കൂടെ വാഴയില വലുതാണ്. അപ്പോൾ നമുക്ക് എല്ലാ വിഭവവും അതിൽ വച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സോ ഇതാണ് വാഴയിലയിൽ സദ്യ കഴിക്കുന്നത്. പിന്നെ കുറേ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ വാഴയിലയിൽ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് കുറച്ച് സ്റ്റഡീസൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ വാഴയിലയിൽ സദ്യ കഴിക്കുന്നതിൻ്റെ ഈ ഒരു പ്രധാന സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് സദ്യ കഴിക്കാനായിട്ട് ഒരു വാഴയില ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈസിയാണ്. എല്ലാ കറികളും നമുക്ക് കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റും ഒരിലയിൽ. എല്ലാവരും അതുപോലെ ആയിരിക്കും. നമ്മുടെ അടുത്തിരിക്കുന്നവർക്കും അപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ വാഴയില തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു വാഴയിലയിൽ സദ്യ കഴിക്കുന്നു എന്നുള്ളത്. സോ ഇതാണ് ആ ഒരു ഓണസദ്യയുടെ പ്രാധാന്യവും സദ്യ കഴിക്കേണ്ട രീതിയും എന്തിനാണ് ഈ ഒരു സദ്യ വാഴയിലയിൽ കഴിക്കുന്നത് എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ തന്നെ കഴിക്കണം എന്ന് ഒന്നും നിർബന്ധമില്ല. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ചില കറികളൊക്കെ ചിലർക്ക് കുറച്ച് ഇഷ്ടം കൂടുതലായിരിക്കും, അപ്പോൾ അത് കുറച്ച് കഴിക്കും. ചോറ് എപ്പോഴും കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു വിഭവങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് സദ്യ കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ.